കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെ എന്നാ നമ്മൾ തിരിച്ചറിയാതിരുന്നാൽ നമ്മളെന്നും ശിശുവായിരുന്നു തന്നെ പോവും. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും നമ്മുടെ ഹൃദയത്തിനകത്ത് തിരിച്ചറിയണം. ദൈവം എന്താണെന്ന് അറിയുന്നതാണ്. സത്യത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അപ്പോസ്തലന്മാരെ, പഴയ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ, ശുശ്രൂഷകന്മാരെ എല്ലാം ആക്കി വച്ചിരിക്കുന്നത് ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാനാണ്. യേശു വന്നതും അത് തന്നെയാണ് പറഞ്ഞത്. യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ദൈവരാജ്യത്തിൻ്റെ രാജാവുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സാന്തരപ്പെടുവീനെന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ യേശുവും പറയുന്നു മനസ്സാന്തരപ്പെടുവീനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ഇന്ന് ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് തിരിച്ചറിയാൻ പോകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ, കർത്താവിനെ ഏറ്റവും ഉയർത്തപ്പെട്ടവനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, കർത്താവ് വചനത്തിൻ്റെ പൊരുളുകളെയും പരിശുദ്ധാത്മാവ് വേർപെടുത്തി നമുക്ക് തരാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ ചിലരെ അപ്പോസ്തലരായും, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടു പോകണം, ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിക്കുന്ന പട്ടിക കണ്ടോ? ഇതെവിടെ മുതലുണ്ട്? ഉൽപ്പത്തി മുതൽ നോക്കിയാൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പുറപ്പാട് പുസ്തകം നോക്കിയാൽ ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതി കണ്ടോ? ഇവിടെ പറയുന്ന വാക്കൊന്നുകൂടെ ബ്രദറെ ഒന്ന് വായിച്ചേ. അവൻ ചിലരെ എല്ലാവരെയാണോ? അല്ല, ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചു. അടുത്തത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഇവിടെ നിങ്ങൾ അടി വേണം, വരകിട്ട് വേണേൽ നിങ്ങൾ വെച്ചോണം അവിടെ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും. അപ്പൊ ഈ അപ്പോസ്തലന്മാരെ ദൈവം തെരഞ്ഞ, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തു. ദൈവം ചിലരെ ആക്കി വെച്ചിട്ട് ദൈവം പറയാം അതിന്റെ ലക്ഷ്യം എന്താണെന്നാ ദൈവം പറയുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ട്. അതെന്നാ പറയുന്നേ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും. ആരിലുള്ള വിശ്വാസത്തിൽ? ദൈവത്തിലുള്ള. പിടികിട്ടുന്നോ? ആരിലുള്ള വിശ്വാസത്തിൽ? ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യത തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും. ക്രിസ്തുവിന്റെ സമ്പൂർണത, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ദേഹരൂപത്തിൽ ആരിൽ വസിക്കുന്നു? ക്രിസ്തുവിൽ വസിക്കുന്നു. ഇതുപോലെ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ദേഹരൂപത്തിൽ ആരിൽ വസിക്കണം? എൻ്റെ കൂടെ വന്നാലേ പോകത്തുള്ളൂ, അല്ല നിങ്ങൾ ഈ ഭയങ്കര ചൂടത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആ സമ്പൂർണത ആരിൽ വരണം? ക്രിസ്തുവിൻ്റെ സമ്പൂർണത ആരിൽ തികഞ്ഞു വരണം? നമ്മളിൽ തികഞ്ഞു വരണം. ആരെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടണമെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വെളിപ്പെടണമെങ്കിൽ, യേശുവിന് അകത്ത് വെളിപ്പെട്ടു. ഞാൻ കുറച്ചുകൂടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടും. യേശുവിന് പിതാവാൻ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് വെളിപ്പെട്ട പോലെ നിങ്ങൾക്ക് ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ പിതാവാൻ ദൈവത്തിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുള്ളൂ. ഒന്നുകൂടെ വായിക്കാം ബ്രദറെ അവിടെ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും, അതെല്ലാം നമ്മൾ വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയുടെ അവിടെ നിങ്ങൾ ഓർത്തോണം, അവിടെ മാത്രം വേണം നിങ്ങൾ വരച്ചിട്ടു. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ, ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത ദേഹരൂപത്തിൽ, ദൈവത്തിന്റെ സമ്പൂർണ്ണത കൊലോസ്യ ലേഖനത്തിലുണ്ട്. ദേഹരൂപത്തിൽ ആരിൽ വസിക്കുന്നു? നമ്മൾ വസിക്കുന്നു.
നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് സമയം കുറവുള്ളതുകൊണ്ടാ. കൊലോസ്യർ 2-10 വാക്യം വേണം, ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കൂ, പെട്ടെന്ന് പിടികിട്ടും. 2:10, കൊലോസ്യർ 2:10. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നിങ്ങൾ ആരായി കഴിഞ്ഞു? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവൻ എന്നുള്ളതങ്ങ് മാറ്റിയിട്ട് ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായി. നിങ്ങൾ ആരാകണം? നിങ്ങളൊന്ന് അകത്തോടൊന്ന് കടന്നേ. നിങ്ങൾ ആരായി മാറണം? പരിപൂർണരായി മാറണം. അപ്പോൾ യേശു ക്രിസ്തുവിന് പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ എനിക്ക് ലഭിക്കപ്പെടണം. പിടികിട്ടുന്നോ? ദൈവം ആരാണെന്ന് എൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ രോഗസൗഖ്യം എനിക്ക് വലിയ വിഷയമല്ല, കടഭാരം എൻ്റെ മുന്നിൽ വിഷയമല്ല, എൻ്റെ മുന്നിൽ വരുന്ന ചെങ്കടൽ എനിക്കൊരു വിഷയമല്ല, ദൈവം ആരാന്നറിഞ്ഞാൽ. അപ്പോൾ ഈ വെളിപ്പാട് എൻ്റെ അകത്ത് കിട്ടണം. നമ്മൾ പുറകോട്ട് തന്നെ വന്നു. എഫെസ്യർ 4:12 വായിച്ചേ. പുരുഷത്വം ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം, ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പരിവർത്തിക്കുമ്പോഴോ ഉള്ള ആവശ്യം ആരുടെ? 11 വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി. അവിടം വരെ മതി. ആരെ? അപ്പോസ്തലന്മാരെ. 10ാം ക്ലാസ് ജയിച്ച കൊച്ചിനെ 10ാം ക്ലാസ്സിന് ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഒന്നും വരുന്നില്ലല്ലോ. 10ാം ക്ലാസ് ജയിച്ച് ഫുൾ A+ മേടിച്ച് വെച്ചിരിക്കുന്ന കൊച്ചിനോട് പറയുക, കൊച്ചേ 10ാം ക്ലാസ്സിനും നീ പോയി ട്യൂഷൻ പോയി പഠിക്കാൻ പോകണോ? വേണ്ട. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത നിങ്ങളുടെ മേൽ വന്നു കഴിയും. പിന്നെ അപ്പോസ്തലന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രവാചകന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ ആരായി കഴിഞ്ഞു? ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. പിടികിട്ടിയോ? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. 13 വാക്യം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. പിന്നെന്തിനു വേണ്ടിയുള്ള? പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയുള്ള? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിങ്ങൾ അല്ലേ? പിന്നെ ആത്മീയ വർധനയ്ക്കും വേണ്ടി ദൈവം നിങ്ങളെ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പിതാവ് ആരാന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് ലഭിക്കപ്പെട്ട നിങ്ങൾ ഇന്ന് നിലവിളിക്കുന്ന വിഷയങ്ങൾ മാറിപ്പോവും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കാരണം ഭയങ്കര ചൂട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. സങ്കീർത്തനം 103:5 വന്നേ. അങ്ങനെ വന്നാൽ നിന്റെ യൗവനം കണ്ടോ. സങ്കീർത്തനം 103:5. നിങ്ങൾ എടുക്കാൻ താമസിക്കണം, ഞാനിതെല്ലാം കാണപ്പാടും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. വെളിപ്പാട് മാറുന്നത് നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നോ? ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവം ആരാന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ ആരെ പോലെ മാറും? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കഴുകനെ പോലെ പുതുകി വരും. പഴയ മനുഷ്യൻ പുതുക്കമുള്ളവനായി, പഴയ മനുഷ്യൻ, ജീർണിച്ച മനുഷ്യൻ, പാപത്തിൽ നിന്ന മനുഷ്യൻ, ശാപത്തിൽ നിന്ന മനുഷ്യൻ, ബന്ധനത്തിൽ നിന്ന മനുഷ്യൻ, ഊമവിഗ്രഹങ്ങളുടെ മുന്നിൽ നിന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എന്നാവും? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയതെന്ത് ചെയ്തു? കഴിഞ്ഞുപോയി, പുതുക്കമായി തീരും. അതെങ്ങനെ? ബൈബിൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, കഴുകനെ പോലെ പുതുക്കി വരികയും അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി, അവൻ നിന്റെ വായെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. അനുഗ്രഹം വരുന്ന വഴി കണ്ടോ? അനുഗ്രഹിക്കപ്പെടുന്ന വഴി കണ്ടോ? ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം എൻ്റെ അകത്ത് ലഭിക്കപ്പെടുമ്പോഴേ തന്നെ ഞാനൊരു അനുഗ്രഹമായി മാറിക്കഴിയുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അപ്പം യേശു ക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിച്ച ഒരു ആത്മാവുണ്ട് ഇല്ലേ? അത് അറിയണമെങ്കിൽ എഫെസ്യ ലേഖനം എടുത്തോ. എഫെസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം എടുത്തേ. 3-ാം അധ്യായം 20-ാമത്തെ വാക്യം, 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നുവെന്ന്. നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആരുടെ ആത്മാവ് നമ്മുടെ മേൽ വന്നു? ദൈവത്തിൻ്റെ. പിടികിട്ടുന്നുണ്ടോ? നമ്മളെ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട് യേശു ക്രിസ്തുവിന് കിട്ടിയ പോലെ തന്നെ ആർക്കും കിട്ടണം? നമുക്കും കിട്ടണം. പിടികിട്ടുന്നുണ്ടോ? ക്രിസ്തു എങ്ങനാണോ
ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയെ, പഴയത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. ഞാനും ക്രിസ്തു ഒന്ന. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്ന. ഇല്ലേ? അതുപോലെ തന്നെ പറഞ്ഞു, ഞാനും നീയും ഒന്നായി മാറിയാൽ നീ അധിക ഫലത്തിലേക്ക് വരുമെന്ന് യേശു പറഞ്ഞു. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വാക്യം പറയുകയാണ്, എന്നാൽ ഈ ആത്മാവ് നിങ്ങളുടെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, എന്നാൽ വായിച്ചേ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമ്മളിലുണ്ട് എന്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആരുടെ മേൽ വ്യാപരിച്ചത് തന്നെ? യേശു ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിന്നാൽ, അവ ഇവിടെ നോക്കണേ, വായിക്കുന്ന വാക്ക് നോക്കിയേ ഒന്നുകൂടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി, നമ്മൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നുവെന്ന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ലഭിക്കപ്പെടുന്നു. ആരെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുവാൻ? നിങ്ങളകത്തുനിന്ന് പിടികിട്ടുന്നോ? ദൈവം ആരാണെന്ന് എൻ്റെ അകത്തു വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിനാൽ ഞാൻ അത്ഭുതങ്ങൾ കാണും. ഈ ആത്മാവ് ദാസ്യത്തിൻ്റെ ആത്മാവല്ല, ഈ ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവാ. ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്നവൻ്റെ ആത്മാവ്. നിനക്കിന്നില്ലെങ്കിലും അതുണ്ടായി വരുന്നവൻ്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ്. അല്ല, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? കാനാവിലെ കല്യാണത്തിനില്ല, ആമ വീഞ്ഞു തീർന്നു പോയി. എന്നാൽ ഒരു കിണറ്റിനകത്ത് കിടക്കുന്ന ഒരു വെള്ളമുണ്ട്. അവരുടെ ആവശ്യം വീഞ്ഞാണെങ്കിൽ അതാക്കി മാറ്റുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ തിരിച്ചറിയണം, നിന്റെ മേൽ ആ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അതിനെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു കൊണ്ടുവരാം. പൗലോസ് പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വന്ന 3:2, 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, അതിന്റെ തന്നെ 2-ാമത്തെ വാക്യം. നിങ്ങൾക്കായി പൗലോസ് പറയുന്നു. പൗലോസ് ആരാണെന്ന് പറയുന്നു? പൗലോസ് അപ്പോസ്തലനല്ല. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തതിനെ ആദ്യം പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്തവരെ പറഞ്ഞു. ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ രോഗശാന്തി വരപ്പോൾ, അങ്ങനെ പലതിനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. ഇവിടെ ദൈവം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. 2-ാമത്തെ വാക്യം പറയാം, പൗലോസിനെ ആരായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തേ? അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുത്തു. ഈ അപ്പോസ്തലനായി തിരഞ്ഞെടുത്ത് പൗലോസ് പറയുക, ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നേ? പിടികിട്ടിയോ? നിങ്ങൾ അകത്ത് ശ്രദ്ധിക്കണം, എന്നാൽ ഇത് അകത്ത് വിടുതലായി മാറത്തുള്ളൂ. പൗലോസ് പറയും, ഇത് ആർക്ക് വേണ്ടിയാ എന്നെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തു? ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടിയാ. എന്നിട്ട് പറയുക 2-ാമത്തെ വാക്ക്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച്. ആർക്ക് വേണ്ടിയാണ് എന്നോട് ദൈവം സംസാരിച്ചത്? നിങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് പറയാ 3-ാമത്തെ വാക്യം, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയ പോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയാം. വെളിപ്പാടിനാൽ, ആരുടെ വെളിപ്പാടിനാൽ? ദൈവത്തിന്റെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 4, നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധ്യം നിങ്ങൾക്ക് ഗ്രഹിക്കാം. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം, ഇത് വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, മർമ്മത്തിൽ എനിക്കുള്ള ബോധ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഗ്രഹിക്കാം. എന്നിട്ട് 5-ാമത്തെ വാക്യം, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു. ഏതിനാൽ വെളിപ്പെട്ടു? ആത്മാവിനാൽ. ആരുടെ ആത്മാവിനാൽ? ദൈവത്തിന്റെ ആത്മാവിനാൽ. പൗലോസിനും പത്രോസിനും യാക്കോബിനും വെളിപ്പെടുത്തി കൊടുത്തത് ആരുടെ ആത്മാവിനാലാ? ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവിനാൽ. പൗലോസ് വചനങ്ങൾ എഴുതുമ്പോൾ എല്ലാം എഴുതുന്ന വെളിപ്പെടുത്തി കൊടുത്തത് ആരാ? പിടികിട്ടോ? അപ്പോസ്തല പ്രവൃത്തി എഴുതപ്പെടുന്നു, റോമാലേഖനം എഴുതപ്പെടുന്നു, കൊരിന്ത്യലേഖനം, ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത ആരാ?
ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ പിടികിട്ടുന്നോ? ആത്മാവിനെ പിടികിട്ടുന്നോ? ഇവിടെ പൗലോസ് പറയും ഇതെല്ലാം അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നില്ല എന്ന് പറഞ്ഞാൽ മോശയുടെ കൂടെ നടന്ന ജനത്തിന് അന്ന് ഈ ആത്മാവിനെ കുറിച്ച് എന്തില്ലായിരുന്നു? അവര് കണ്ട ദൈവം ആരാ? യഹോവയായ ദൈവം. മോശയാ അല്ലേ? അവർ മോശയുടെ അടുത്തല്ലേ വിളിച്ചു പറഞ്ഞേ ഞങ്ങൾ മരിക്കാതിരിക്കാൻ നീ ദൈവത്തോട് പറയണം. അവർ കണ്ടുവച്ച് നോക്കിയ മോശ അവർ കാണുന്നേ. അപ്പോൾ അന്ന് വെളിപ്പെടുത്തി കൊടുക്കാതിരുന്നത് ക്രിസ്തുവേശു വന്നപ്പോൾ അവൻ്റെ മേലിരുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾക്കും ദൈവം വെളിപ്പെടുത്തി തരുക. പിടികിട്ടുന്നവർക്കായ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആരെക്കുറിച്ചുള്ള വെളിപ്പാടായി വരുന്നേ? ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അപ്പോസ്തലന്മാർക്ക് കൊടുത്തത് അപ്പോസ്തലന്മാർ നിങ്ങളുടെ മേൽ പറയും. അതുകൊണ്ട് പറയും വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ അറിവില്ലായിരുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇപ്പം അപ്പോസ്തലന്മാരെ ദൈവം തെരഞ്ഞെടുത്തേക്കെന്ന് പിടികിട്ടുന്നോ? അപ്പോസ്തലന്മാരെ ഉപദേഷ്ടാക്കന്മാരെ ദൈവം മുഴുവൻ തെരഞ്ഞെടുത്തതിൻ്റെ കാരണം അത് പ്രസംഗിപ്പാൻ. ഏതാത്മാവിനാൽ? ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാൻ. ദൈവത്തിന്റെ മഹത്വം എന്നതാന്ന് ആർക്ക് പ്രകാശിക്കണം? നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രകാശിക്കണം? നമുക്ക് പ്രകാശിക്കണമെന്ന് പിടികിട്ടിയോ? ദൈവത്തിൻ്റെ മഹത്വം എന്നതാണെന്നും ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്നതാണെന്നും നമ്മൾക്ക് വെളിപ്പെടുത്തി തരുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു പറഞ്ഞു എന്നെ വെളിപ്പെടുത്താനല്ല ഞാൻ വന്നത്, എൻ്റെ പിതാവിനെ. എന്നെ മഹത്വപ്പെടുത്തുവാനല്ല വന്നത്, പിതാവിനെ മഹത്വപ്പെടുത്തുവാനാ. യേശു തന്നെ പറഞ്ഞു, യേശുവിൻ്റെ മരണത്തിന് മുമ്പ് യേശു പറയുന്നു, പിതാവേ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയ പോലെ തന്നെ എന്നെയും അങ്ങ് മഹത്വപ്പെടുത്തണം. എന്തിനു വേണ്ടി? ഈ വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി. ഇവിടെ പറയുന്നു, സൃഷ്ടി ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഈ കൃപ എല്ലാവർക്കും ഇതൊന്ന് വെളിപ്പെടണം. ആരെക്കുറിച്ച്? ദൈവത്തെക്കുറിച്ച്. ഈ ദൈവത്തെക്കുറിച്ച് എനിക്ക് വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം എൻ്റെ അകത്ത് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ കുറച്ച് ദിവസം കൈയടിച്ച് ബഹളം വെച്ച് നോക്കുമ്പോൾ എന്നതെങ്കിലും കിട്ടുമെന്നോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്നെ അടക്കും. ഞാൻ ഈ ദൈവത്തെ മറന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? പഴയ വിഗ്രഹങ്ങളിലേക്കും വിഗ്രഹങ്ങളിലേക്കും പോവും. ഈ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ, ഈ ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ അറിഞ്ഞെങ്കിൽ, പ്രതിസന്ധി എൻ്റെ മുൻപിൽ ഒന്നുമല്ല. ഇന്ന് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നു. എന്നിട്ട് പറയുക, പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. നമുക്ക് വേഗത്തിൽ 20 വന്ന് അതിൻ്റെ തന്നെ 3:20 നമ്മൾ മുമ്പ് തുടങ്ങിയിടത്തേക്ക്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. പിടികിട്ടുന്നുണ്ടോ? ഈ മർമ്മം വെളിപ്പെടുത്തുവാൻ. എന്നാ മർമ്മം? നിങ്ങളുടെ കൂടെ ഈ ദൈവം ഇരിപ്പുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ. യേശുവിനെ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം യേശുവിൻ്റെ മേൽ വന്നെന്ന് പറയുമ്പം, യേശു സ്നാനക്കുളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു.
മരുഭൂമിയിൽ നിന്ന് യേശു വരുന്നു ആത്മാവിൻ്റെ ശക്തിയോടെ. ആത്മാവിനെ പിടികിട്ടിയോ? ആത്മാവിൻ്റെ ശക്തിയോടെ വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2 വന്ന് എടുക്കണ്ട. 2 വരുമ്പോൾ കാനാവിലെ കല്യാണത്തിന് വരുന്നു. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞിനെ അത്ഭുതമാക്കി മാറ്റുന്നു. ആരുടെ ആത്മാവിനാൽ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അടുത്ത നോക്കൂ, മരിച്ചവനായ ലാസറിനെ ഉയർപ്പിക്കുന്നു. ആരുടെ ആത്മാവിനാൽ? യേശുവിനാൽ. ഈ മുടന്തനെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, യായിറോസിന്റെ ഭവനത്തിൽ അത്ഭുതം ചെയ്യുന്നു, സകല അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആരുടെ കുറിച്ചുള്ള വെളിപ്പാടിനാൽ നിൽക്കുന്നത് കൊണ്ട് ഈ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് ആർക്ക് പിടികിട്ടി? ആരുടെ മേൽ വന്നു? യേശുവിന്റെ മേൽ വന്നു. ഇതേ വെളിപ്പാട് നിങ്ങളുടെ മേൽ ഇരിക്കുന്നതിനാൽ നിങ്ങൾ രോഗികളുടെ മേൽ കരം വെച്ചാൽ സൗഖ്യമുണ്ടാകും. ഓ, പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ അകത്തും മറഞ്ഞിരിക്കുന്നത്, നിന്റെ തൊട്ടടുത്തിരിക്കുന്നവന്റെ മേൽ നീ കരം വെക്കുകയാണെങ്കിൽ അവൻ സൗഖ്യമാക്കുന്നതിന്റെ കാരണം ഇവിടെ പറയുന്നു. 20 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ ആണോ? നമ്മിൽ, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നവന്റെ മേൽ ഈ ശക്തി ഉണ്ടെന്ന് അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തി. ഈ ശക്തി എൻ്റെ മേലുണ്ടെന്ന് അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തി. സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്കൽ കിടക്കുന്ന മുടന്തന്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, പറയുന്നു, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് യേശുവിൻ്റെ മേലിരുന്ന് അതേ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞപ്പോ മുടന്തൻ തുള്ളിച്ചാടിയെങ്കിൽ ഇതേ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. എത്ര പേര് വെളിപ്പെടുന്നുണ്ട്? വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. ഈ ആത്മാവിനാൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറുമെന്ന് ആത്മാവ് വെളിപ്പെടുത്തുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണം? 148 സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ വന്നു. 148 സങ്കീർത്തനം വേഗത്തിൽ. 148 സങ്കീർത്തനം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. പെട്ടെന്ന് 148 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. യഹോവയെ സ്തുതിപ്പീൻ. എല്ലാവരും വായിച്ചു. യഹോവയെ സ്തുതിപ്പീൻ. സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ. അവന്റെ സർവ്വസൈന്യമേ അവനെ സ്തുതിപ്പീൻ. സർവ്വസൈന്യമേ അവനെ സ്തുതിപ്പീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവയെ അവനെ അവനെ സ്തുതിപ്പീൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കാത്ത ഒരു നിയമം വെച്ചിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുകളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. സ്വജനത്തിന്റെ മധ്യത്തിൽ ഒരു കൊമ്പിനെ അവൻ ഉയർത്തിയിരിക്കുന്നു. അപ്പൊ ഓർത്തു നോക്കണം, എപ്പോഴും ആരെ സ്തുതിക്കുവാൻ പറയുന്നു? യഹോവയെ സ്തുതിക്കട്ടെ. അവൻ ആരൊക്കെ? സകല മൃഗാദികളും സകല കുഞ്ഞുങ്ങൾ മുതൽ സകലരും ആരെ മഹത്വപ്പെടുത്തുവാൻ പറയുന്നു? ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആരെ മഹത്വപ്പെടുത്തി? ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറണം. ആരിവിൽ കൂടെ? ക്രിസ്തുവിൽ കൂടെ. ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറണം. അപ്പൊ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത്രേ. ഈ ഭൂമിയിൽ കൂടെ നടക്കുന്ന ദൈവത്തെ അറിയാതെ നടക്കുന്നവനും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ
കർത്താവിൻ്റെ കൽപ്പനയാ. സകലവും ദൈവത്താൽ ഉളവായതാ, സകലതും ദൈവത്താൽ ഉളവായതാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? സകലവും ദൈവത്താൽ ഉളവായതാണ്. ഹല്ലേലൂയ. സകലരും എന്ത് ചെയ്യണമെന്ന് പറയുന്നു? ദൈവത്തെ. ഈ ആത്മാവ് എനിക്ക് വേണ്ടി എന്തിനു വേണ്ടി തന്നു? സിമ്പിളായിട്ടൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ആത്മാവിനെ എൻ്റെ മേൽ എന്തിനു പകർന്നു? പ്രവചനമൊക്കെ പറഞ്ഞ് 10 രൂപയൊക്കെ ഉണ്ടാക്കി ബെൻസ് കാർ വെച്ച് 2 നില വീടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഒരു പണിയില്ലായിരുന്ന പ്രകാശിന് ഒരു നല്ല വരുമാനമൊക്കെ, അതാണോ? അതായിരുന്നു ദൈവം ഉദ്ദേശിച്ചേ? അല്ല. എൻ്റെ കൂടെ നിങ്ങളില്ലല്ലോ. അല്ല, ദശാംശമെല്ലാം മേടിച്ച് ഞാനൊരു കൊച്ചു കോടീശ്വരനായി അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ആക്കിയേക്കുന്നേ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാനുള്ള ജനത്തെ ഈ ഭൂമി തിരഞ്ഞെടുക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാവരും ആരെ സ്തുതിക്കണം? ദൈവത്തെ സ്തുതിക്കണം. അത് ആർക്ക് വിട്ടു? എന്തിനല്ലോ? മൃഗങ്ങളാണെ അവരുടെ ചില്ല കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ അവർ ദൈവത്തെ മഹത്വപ്പെടും. ഈ ഭൂമിയിലുള്ള സകലതും ആരെ മഹത്വപ്പെടുത്താൻ പറയുന്നു? 148 സങ്കീർത്തനം പറയുക, സകലവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറണം. സകലവും ദൈവത്തിൻ്റെതാണോ? അതെ. സകലത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണോ? അതെ എന്ന് വെളിപ്പെടുത്തുന്നു. നോഹയുടെ കാലം, പെട്ടകത്തിന്റെ വാതിൽ നോഹ തുറന്നു. നോഹയാണ് ആരെയും മുയലിനെ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വന്നേ? നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നപ്പോ ദൈവം കൽപ്പിച്ചപ്പോൾ സകലതും വരി വരിയായി നോഹയുടെ പെട്ടകത്തിൽ വന്നു. ആരിതിന്റെ യജമാനൻ? ദൈവമാണ്. അവനെ അത്രയും മഹത്വപ്പെടുത്തുന്നത്, അവനെ മഹത്വപ്പെടുത്തുന്നത് അവൻ്റെ മഹത്വം ഇറങ്ങി വരും. ആമീൻ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാ അവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ തന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹോസ്പിറ്റലിൽ കയറുമ്പോൾ രോഗികളുടെ മേൽ കരം വെക്കുമ്പോൾ രോഗി സൗഖ്യമാകുമ്പോൾ അറിയാം, നിന്റെ നാമമല്ല മഹത്വപ്പെടുത്തുന്നത്, ദൈവനാമം മഹത്വപ്പെടുത്തുവാനോ നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. സങ്കീർത്തനം 150 അതിന്റെ 6-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. 150 ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനോടെ ഇരിക്കുന്നവർ മുഴുവനും ആരെ സ്തുതിക്കാൻ പറയുന്നു? ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പിടിക്കട്ടെ. ഈ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനും അത്രേ ദൈവം നമ്മുടെ മേൽ അവൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ആമീൻ, സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ. സകലവും ഉണ്ടായത് ആര് മുഖാന്തരമാ? ദൈവം. ഈ കാണുന്ന പച്ചപ്പും ഈ കാണുന്ന വെള്ളവും ഈ കാണുന്ന സകലവും ഈ കിടന്ന ചെറിയ ഓന്തും ചെറിയ കൊതുകും എല്ലാ സകലതും എന്തായി തീർന്നു? ആരാൽ ഉളവായി? അവൻ മുഖാന്തരം, ദൈവത്താൽ ഉളവായി. അതുകൊണ്ട് ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിന് മഹത്വമുണ്ട്. അതുകൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നു? നീ ദൈവത്തിന് എന്ത് ചെയ്യണം? മഹത്വം കൊടുക്കുന്നവനായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വീര്യപ്രവർത്തികൾ നടക്കുന്നത് ദൈവത്താലാണെങ്കിൽ ദൈവനാമം മഹത്വം എടുക്കുവാനാ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച്. ചൂടിന് ഇച്ചിരി കൂടുതൽ വരുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങളുടെ അകത്ത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടിയെ പറയുക. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ ആകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പോലും ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി. ഇതാ മനസ്സിലാക്കണ്ടേ. പിടികിട്ടിയോ? നമ്മൾ ആർക്ക് വേണ്ടിയുള്ളതാ? ഇത് നമ്മുടെ അകത്തുനിന്ന് ബോധ്യമാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടിയുടെ ഉടമ ആരാ? ആണേ, ബോധ്യമുണ്ടോ?
അങ്ങനെ ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മളെന്ന് വിചാരിച്ചാൽ നമ്മുടെ മേലുള്ള അധികാരം ആർക്കേ ഉള്ളൂ? ദൈവത്തിൽ. സൃഷ്ടാവിനാ. സൃഷ്ടാവ് പറയാം നിന്റെ ശുശ്രൂഷ മതിയെന്ന് പറഞ്ഞാൽ തീർന്നു. നീ ഒരു 25 വർഷം കൊണ്ട് ശുശ്രൂഷിച്ചോളാൻ പറഞ്ഞാൽ സൃഷ്ടാവിന്, ഞാനൊരു വാഹനം മേടിച്ചു, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ വാഹനത്തെ ഞാൻ ചുറ്റി കൊണ്ടടിച്ചാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടോ? നിങ്ങൾ ചോദിക്കും എന്നായി കാണിച്ചേ, എൻ്റെ മുടക്ക അല്ലേ? ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മൾ. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മൾ ഉടഞ്ഞു പോകാൻ, തകർന്നു പോവാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ്റെ അധികാരത്തിൽ നിന്ന് വേറൊരു അധികാരം നമ്മുടെ മേൽ വരുമ്പോഴാണ് തകർന്നു പോകുന്നത്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞ സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരം അവനായിട്ട് തന്നെ സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഭൂമിക്കകത്തുള്ളതും സ്വർഗത്തിലുള്ളതും മുഴുവൻ സൃഷ്ടിച്ച ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. റോമാലേഖനം 11-ാം അധ്യായം പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടു വേഗത്തിൽ. 11-ാം അധ്യായം 34, 35, 36 നിങ്ങൾ വീട്ടിൽ പോയി അത് എടുത്താൽ മതി. വീട്ടിൽ പോയി വായിച്ചു ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് വിടുക. 11-ാം അധ്യായം. അവൻ മന്ത്രിയായിരുന്നവൻ ആർ? കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് മന്ത്രിയായിരുന്നവനാൻ അവനെ ഉപദേശിക്കാൻ, ദൈവത്തെ ഉപദേശിക്കാൻ അവൻ ആര്? അവൻ വല്ലത് മുമ്പേ കൊടുത്തിട്ടും പ്രതിഫലം വാങ്ങുന്ന, എന്നതേലും കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ട് മേടിക്കുന്നവൻ ആരാണ്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. സകലവും അവൻ മുഖാന്തരം അവങ്കിലേക്കും. നീ ഇവിടെ ജീവിച്ചിരുന്നാലും കുറച്ചാൾ കഴിഞ്ഞാലും ആരിലേക്ക് പോകുള്ളൂ? ആരിൽ നിന്നൊന്നും ആരിലേക്ക് പോകുള്ളൂ? ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് പോകത്തുള്ളൂ. ഇവിടെ അവങ്കിലേക്ക് തന്നെ അവൻ എന്തേക്കും എന്ത് ചെയ്യുക? മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറയും ഈ ആത്മാവിനെ നമ്മുടെ മേൽ, ഏതിലെ ആത്മാവ? എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി നമ്മുടെ മേൽ സ്വർഗത്തിൽ നിന്ന് ഒരാത്മാവിനെ തന്നിട്ടുണ്ട്. ഓ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവനാമം മഹത്വം എടുക്കാൻ വേണ്ടി ദൈവം ഒരാത്മാവിനെ തന്നു. ആത്മാവിൻ്റെ പേരെത്രേ? പരിശുദ്ധാത്മാവ്. ദൈവനാമം മഹത്വം എടുക്കുവാൻ യേശുവിൻ്റെ മേൽ ആത്മാവിനെ പകർന്നു. ദൈവനാമം മഹത്വം എടുക്കുവാൻ പീലിപ്പോസിന്റെ മേൽ ദൈവം ആത്മാവ് തന്നു. ശമരിയ പട്ടണത്തിൽ അപ്പോസ്തല പ്രവൃത്തി 8 എടുക്കണ്ട, 8-നകത്ത് പറയുന്നു, ആമി അവിടെ ചെന്ന് പീലിപ്പോസ് ശുശ്രൂഷയ്ക്കായി നിന്നപ്പോൾ ആ പട്ടണത്തിന് മഹാസന്തോഷമുണ്ടായി. കാരണം എന്നറിയോ? ദൈവ മഹത്വം അവിടെ വെളിപ്പെടുവാൻ തുടങ്ങിയോണ്ട് വ്യാധികൾ പുറത്തുപോയി, രോഗികൾ സൗഖ്യമായി, കുഷ്ഠരോഗികൾ ശുദ്ധമുള്ളതായി തീർന്നു. ആരുടെ നാമം അവിടെ മഹത്വം എടുക്കുക? ദൈവനാമം മഹത്വം എടുക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ നിന്റെ പേർ തന്നിരിക്കുന്നത് നിനക്ക് മഹത്വം എടുക്കുവാനല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറഞ്ഞ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി. ആർക്ക് മഹത്വം കൊടുത്തോണം? ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സകല പ്രവർത്തികളും ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇവിടെ മുതൽ ഞാൻ അടുത്ത മേഖലയിലേക്ക് കിടക്കാം, 3-ാമത്തെ മണ്ഡലത്തിൽ കിടക്കാൻ പോവാ. ആമീൻ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇന്ന് പകൽ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്റെ ജീവിതത്തിൽ മഹത്വം എടുക്കാൻ പോവാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് ഞാൻ പറയാം, ഒരു കഴുതയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ കഴുത തലകുമ്പിട്ട് നിന്നതിന്റെ കാരണം മഹത്വം എടുക്കുന്നവൻ കഴുതയുടെ മുകളിലുള്ളത് കൊണ്ടോ. ഇന്ന് പകൽ കഴുത മഹത്വം എടുത്തായിട്ട് അതിനകത്ത് പറഞ്ഞില്ല. കഴുതയ്ക്ക് കഴുതയുടെ മുകളിൽ രാജാതിരാജാവായ കർത്താവ്
കയറിയപ്പോ കഴുതയ്ക്ക് മഹത്വമില്ലെങ്കിലും കഴുത ചില അനുഭവത്തിൽ കൂടെ പോയ പോലെ ഇന്ന് പകൽ അവന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കാൻ റെഡിയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ വിളിച്ചു പറയാ, ദൈവം നിന്റെ ഭവനത്തിനകത്ത് അവന്റെ മഹത്വം ഇറക്കി തരോ. ഹല്ലേലൂയ. നിന്റെ യാഗപീഠത്തിന്റെ മുന്നിൽ അവന്റെ മഹത്വം ഇറക്കി തരോ. നിന്റെ തലമുറയ്ക്കകത്ത് അവന്റെ മഹത്വം ഇറങ്ങിത്തരോ. ഇന്ന് ഡിസോർഡറായി കിടക്കുന്നതിനകത്ത് ദൈവം മഹത്വം ഇറക്കി തരോ. അവന്റെ ആത്മാവിന്റെ പ്രത്യേകതയാ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നിന്റെ വായി തുറക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ റെഡിയാണെങ്കിൽ, ഇന്ന് പകലിൽ അറിഞ്ഞോ, നിന്റെ വിഷയങ്ങളുടെ മുകളിൽ സ്വർഗം ഇറങ്ങുക തന്നെ ചെയ്യോ. ഹല്ലേലൂയ. ഏലിയാവ് എന്നൊരു മനുഷ്യൻ കർമ്മേലിന്റെ മണ്ഡലത്തിനകത്ത് നിന്നു ഒരു യാഗപീഠം അവിടെ പടുന്നു. ജാതികളോട് പറഞ്ഞു, ജാതികളോട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് ജീവനുണ്ടോ തിരിച്ചറിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർമ്മേലിനകത്ത് നിന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങി. ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങ് അബ്രഹാമിന്റെ ദൈവം, അങ്ങ് ഇസഹാക്കിന്റെ ദൈവം, അങ്ങ് യാക്കോബിന്റെ ദൈവം, ഞാൻ അങ്ങയുടെ ദാസനെന്ന് തിരിച്ചറിയേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയതിന് കാരണം ദൈവത്തിന് ഒരുവൻ മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് നിന്റെ ഭവനത്തിൽ മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിച്ചു, നിന്റെ ജീവിതത്തിന്റെ താളപ്പിഴകളെ മാറ്റി അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കും. ഓ റബല വൈഡബല ശന്തൽ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ അവിടേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 2 രാജാക്കന്മാരുടെ പുസ്തകം വേഗത്തെടുത്തു. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. 1-2 വാക്യങ്ങൾ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി. യഹോവയുടെ, അപ്പോൾ നോക്കണേ, ആദ്യം തന്നെ പറഞ്ഞു, തുടങ്ങി നമ്മളിങ്ങനായിരുന്നു, ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചില പ്രവാചകന്മാരെയും രോഗശാന്തി വരപ്രായം. എന്തിനോളം? എവിടം വരെ? തലയോളോ? ക്രിസ്തുവിനോളം നിങ്ങൾ ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പുരുഷത്വത്തിലേക്ക് വരുന്നിടം വരെ നിങ്ങളുടെ അകത്ത് തിരിച്ചറിയുന്നുണ്ടോ? ക്രിസ്തുവിന് വെളിപ്പെട്ടത് ആർക്ക് വെളിപ്പെടണം? നമുക്ക് വെളിപ്പെടണം. ക്രിസ്തുവിന് പിതാവിനെ കുറിച്ച് വെളിപ്പെട്ടത് തന്നെ എനിക്ക് വെളിപ്പെടണം. യേശു പറഞ്ഞില്ലേ? യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും രണ്ടത്രേ, ഒന്നത്രേ. ഒന്നത്രേ. യേശുവിനെ റോമാലേഖനക്കാരൻ ഗലാത്യയിലേക്ക് വന്നു പറഞ്ഞു, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ദൈവം അയച്ചു. ആരെ വെളിപ്പെടുത്താൻ? ഓ, പിടിവിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എൻ്റെ അപ്പനെ ഒന്ന് വെളിപ്പെടുത്തുവാനാ ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത്. എൻ്റെ അപ്പനെ ഒന്ന് വെളിപ്പെടുത്തുവാനാ. കാരണം എൻ്റെ മേൽ പകരപ്പെട്ടത് അവൻ്റെ ജീവനാ. യേശു ക്രിസ്തു മാത്രം എനിക്ക് ദത്തെടുപ്പ് നടന്നു. കുടുംബത്തിലേക്ക് ദത്തെടുത്തു. ആരുടെ ജീവൻ എൻ്റെ മേൽ വന്നു? അതുകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന ആത്മാവ് വന്നേ. ഇവിടെ പറയുന്നു, അപ്പോൾ ഇവിടെ പറയുന്ന വാക്യത്തിലേക്ക് വന്നേ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. ദൈവത്തിന്റെ ഒരു അരുളപ്പാട് കേൾപ്പീൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ഷെക്കേലിന് 1 സെയ കോതമ്പ് മാവും ഷെക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഒരു അരുളപ്പാട് നടത്തി. ആ ദേശത്തിനകത്ത് ഒരു പിടി ഒരു അരിയുടെ കഷ്ണം പോലും എടുക്കാൻ ഇല്ലാതിരിക്കുക. ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. കുഞ്ഞുങ്ങളെ കണ്ടിച്ച് ഭക്ഷിക്കുന്ന കാലം. പുറയിൽ വാക്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുപോലൊരു ക്ഷാമകാലത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ എലീശ വെളിപ്പെടുത്തി പറയുക, നാളെ ഈ ശമരിയ പട്ടണത്തിൻ്റെ വാതിക്കൽ ആമീൻ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണത്തെ ദൈവം തരാൻ പോകുക. ഇത് കേട്ട ആള്, 2-ാമത്തെ വാക്യം, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. നോക്കണേ, ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാതിരിക്കുന്നവർ, ദൈവത്തിന്റെ അരുളപ്പാടിനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ദൈവം പറഞ്ഞ പ്രവചനങ്ങളെ വിശ്വസിക്കാതിരുന്നവരുണ്ട്. ദൈവാത്മാവ് വെളിപ്പെടുത്തിയതിനെ
റിജക്റ്റ് ചെയ്തുകളെ തള്ളിക്കളഞ്ഞവരുണ്ട്. അവരുടെ വിശ്വാസം എന്നാന്ന് ചോദിച്ചാൽ ഈ പ്രവാചകൻ ഏതാണ്ട് കിട്ടുമെന്നും പറഞ്ഞാൽ അവനാ അനുഗ്രഹം. പ്രവാചകൻ എന്നാ കിട്ടാനാ? ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നാ കിട്ടാനാ? ഒന്നും കിട്ടത്തില്ല. അവന് അവസാനം ഒരു കോല് കൊണ്ട് ഏറെ കിട്ടത്തുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ. പൗലോസിൻ്റെ അങ്ങനല്ലേ, പൗലോസ് ശുശ്രൂഷിച്ചെടുത്ത അവസാനം പൗലോസിന് കല്ലേറ കിട്ടിയേ. അതാണ് വെച്ചിരിക്കുന്നത്. അത് സ്വർഗത്തിൻ്റെ പദ്ധതി. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുമ്പോൾ ആമി കൊട്ടാരത്തിലെ അകമ്പടി നായകൻ, അതായത് അകത്തെ സൂക്ഷിപ്പുകാരൻ പറയുന്നു, സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും ഇതൊന്നും ഈ കാര്യം സാധിക്കുമോ ചോദിച്ചു. ഉടനെ എലീശ പറഞ്ഞു, ഇതൊക്കെ കാണാൻ നിനക്കൊരു ഭാഗ്യം ഉണ്ടാകും, പക്ഷേ നിനക്കെന്ത് അനുഭവിക്കാം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിനെ മറുതലിച്ചാൽ നിനക്ക് അനുഭവിക്കാനുള്ളതൊന്നും വരത്തില്ല. അനുഭവിക്കേണ്ടവരെ നിനക്ക് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവും. ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് പറഞ്ഞു, ചിലർക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവും, പക്ഷെ അനുഭവിക്കാൻ വിളിച്ചവരെ നമ്മളൊക്കെ. ഹല്ലേലൂയ. ചിലർക്ക് അകലെ നിന്ന് കാണാനേ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ നമ്മൾ ഈ 2025 ചില നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ വിളിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ആ വാക്യത്തിന്റെ തന്നെ അവസാനത്തെ വാക്യത്തിലെ 18ലേക്ക് ഒന്ന് വന്നേ. 18ാം വാക്യം, 18ാമത്തെ വാക്യം, 18ാമത്തെ പെട്ടെന്ന് വായിച്ചു. നാളെ ഈ നേരത്ത് ശമരിയുടെ പട്ടണവാതിക്കൽ ഷെക്കലിന് 2 സേയവും ഷെക്കലിന് 1 സേയ കോതമ്പമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണുമെങ്കിൽ നീ അത് നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ നോക്കുന്ന സാഹചര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ ഇനി വരാൻ പോകുന്നേ. നിങ്ങൾ നോക്കുന്ന സാഹചര്യത്തെ മാറ്റുന്നൊരു ദൈവം നിനക്കുണ്ട്. നീ ചിന്തിക്കാത്ത വഴികൾ സ്വർഗത്തിൽ തുറക്കുന്നത്, നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്തുനിന്ന് ദൂത് ഞാൻ വിളിച്ചു പറയാം. ആമി യേശുവിന് അരികിൽ വരുമ്പോൾ, യേശുവിന് അരികിൽ വന്ന 5000-ഓളം പുരുഷന്മാർ വചനം കേൾക്കാനിരിക്കുമ്പോൾ ആമി അവിടുത്തെ ഫിലിപ്പോസ് പറയുക, ഈ ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ നമ്മൾ എവിടെ നിന്ന് വാങ്ങും എന്ന് ചോദിക്കുമ്പോൾ ആമി യേശു പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, ആമി അവിടം വരെ പട്ടണം ദൂരെ ആയിരിക്കുന്നു, ദൂരത്ത് പോകണം എല്ലാം വാങ്ങിക്കൊണ്ട് വരുവാൻ. ഹല്ലേലൂയ. അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ല. പക്ഷെ യേശു മറുപടി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അവരെ പച്ചയായ താമൈ പുല്ലുകളിൽ അവരെ ഇരുത്തുവീൻ. ഇന്ന് പകൽക്കാലം പറഞ്ഞ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ആത്മാവുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു ആത്മാവ് എൻ്റെ മേലുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യം എന്നല്ല അസാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു, ആമി അതിന് പറയുന്ന വാക്ക് 20ാമത്തെ, ആവണ്ണം തന്നെ അവന് ഭവിച്ചു. പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. പടിവാതിക്കൽ തിക്കും തിരക്കും വന്നപ്പോ അകമ്പടി നായകനെ അവർ ചവിട്ടിക്കളഞ്ഞു, അവൻ മരിച്ചുപോയി. ഇന്ന് പകലിൽ പറയുക, ദൈവത്തിന്റെ മഹത്വം എന്നതാ നീ തിരിച്ചറിഞ്ഞാൽ മതി. ഇന്ന് അനുഭവിക്കുന്ന സകലത്തിൽ നിന്നും വിടുതൽ വേണമെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ചെടികൾ ദൈവത്തെ ആരാധിക്കട്ടെ, മൃഗങ്ങൾ ദൈവത്തെ ആരാധിക്കട്ടെ, ബാലനും ബാലികയും വൃദ്ധനും യൗവനക്കാരനും ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവനാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നവ ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനെന്ന് പൗലോസ് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട് അത് സംഭവിക്കുക. ഒരു മോശയുടെ കൂടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുക. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കാറ്റിനെ അടുപ്പിച്ചു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം, നീ കൈ നീട്ടിയതേ ഉള്ളൂ, സ്വർഗത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് പകൽ നീ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവി വെളിപ്പെടാം, ദൈവനാമം മഹത്വം എടുക്കുവാൻ സ്വർഗം നിന്നെ ആക്കി വെച്ചിരിക്കുക. മോശയെ ദൈവ
ദൈവനാമ മഹത്വം എടുക്കുവാൻ നീ ഇന്ന് ചെങ്കടലിന്റെ മുകളിൽ കൈ നീട്ടുമ്പോ ദൈവനാമ മഹത്വപ്പെടുകയാ. ചെങ്കടലിനെ വിഭാഗിച്ചത് സ്വർഗത്തിലെ ദൈവ വാക്യം പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയേ. 14 അധ്യായത്തിന്റെ 21 വാക്യം പറയുന്നു. ഒന്നുകൂടെ വായിച്ചേ. മോശ കടലിന്മേൽ കൈ നീട്ടി. മോശ കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും ആര്? യഹോവ. ഹല്ലേലൂയ. പിടികിട്ടുന്നോ? മോശ കൈ നീട്ടിയതേ ഉള്ളൂ കേട്ടോ. ദൈവം ആ രാത്രി മുഴുവനും ഒരു കാറ്റിനെ അടുപ്പിച്ചു. നീ കൈ നീട്ടിയതേ ഉള്ളൂ. നീ കൈ നീട്ടിയതേ ഉള്ളൂ. നീ ദൈവത്തിന് മഹത്വം കൊടുത്ത് കൈ നീട്ടിയതേ ഉള്ളൂ. ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് നീ കൈ നീട്ടാൻ റെഡിയാണെങ്കിൽ, ഇന്ന് ദൈവത്തിന് ആമി മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ ആരാധന വായിന്ന് പുറത്തേക്ക് വരട്ടെ. ആമി ദൈവം പറയുന്ന സകല ജനങ്ങളും സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവരുന്ന പകലിൽ ആമി മോശ ദൈവസന്നിധി നിന്നുകൊണ്ട് അവൻ കരം നീട്ടുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവ അത്ഭുതകരമായ കടലിനെ വിഭാഗിച്ചെങ്കിൽ ഇന്ന് പകലി ആത്മാവി ഞാൻ പറയാം, രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാതിരിപ്പാൻ അവന്റെ ചെവി മന്ദമായിരുന്നിട്ടുമല്ല. നസറണം യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിന്റെ മേൽ നിന്നെ പ്രതിസന്ധിയിൽ ഇട്ടിരിക്കുന്ന ആ ബന്ധനത്തോട് നസറണം യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്ക്. അവൻ മഹത്വം എടുക്കട്ടെ ഇന്ന് ഈ പകലിൽ. ദൈവം ആരാണെന്ന് ജാതികളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ, ദൈവം ആരാണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തുവാൻ, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോ ഇന്ന് പകല് വെളിപ്പെടുത്തണം. ദൈവം ആരാന്ന് പറഞ്ഞ് ആരാധിക്കണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1:36-37 വാക്യം പ്രാർത്ഥിക്കാൻ പോവാ. ലൂക്കോസിന്റെ സുവിശേഷം 1:36-37 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ എന്ന് ഉത്തരം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ സെക്കൻഡ്, ഈ വിത്തിൻ സെക്കൻഡിൽ നിന്റെ ഭവനത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് ശക്തനത്രേ. ഇന്ന് നിന്റെ തലമുറയ്ക്കകത്ത് ദൈവം ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ അവന് അസാധ്യമായ ഒന്നുമില്ല. ഇന്ന് പകലി ആത്മാവിന് ദൈവത്തിന് ഒരുവൻ മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, യേശുവിന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരപ്പെട്ടത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണെങ്കിൽ, ഇന്ന് മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, നീ രണ്ടുപേരുടെ യേശുവിനെ കുറിച്ച് പറയാൻ റെഡിയാണെങ്കിൽ, ഈ ദൈവത്തെ കുറിച്ച് പറയാൻ റെഡിയാണെങ്കിൽ, സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമീൻ. മോശയോട് പറഞ്ഞു, മോശേ ഈ ജലത്തെ നീ നയിക്കുക. 40 ലക്ഷം ജനത്തെയും കൊണ്ട് മോശ ചെങ്കടലിന്റെ വാതിക്കൽ വരുമ്പോ വിളിച്ചവൻ പറയുന്നു, മോശേ നീ കരം നീട്ടുക. ആമീൻ. ഈ 40 ലക്ഷം ജനവും അറിയാൻ പോകുക ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുക. ഇന്ന് പകൽ നീ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവ മഹത്വം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ ദൈവ മഹത്വത്തിന്റെ മുന്നിൽ അത് തീരപ്പെടാൻ പോകുകയെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത്, എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20 പറയുന്നു, 3:20 പറയുക, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി, ഒന്ന് പറഞ്ഞ് അത്യന്തപരമായി ചെയ്യുവാൻ, അത്യന്തപരമായി നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറേ, നീ ആലോചിക്കുന്നതിനേക്കാൾ അപ്പുറേ പ്രവർത്തിക്കാൻ കഴിയുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനുള്ള ശക്തിയാണ്. ദൈവനാമത്തിന്റെ മഹത്വത്തിനുള്ള ശക്തിയാണ്. ആമേ. ദൈവനാമത്തെ എവിടെ ഉയർത്താൻ വേണ്ടിയാണോ നീ കരം നീട്ടുന്നത്, അവിടെ ചെങ്കടൽ വിഭാഗിക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതിങ്ങനെ തന്നെ പറയുന്നു, നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നിട്ട് പറയാം, അതെവിടൊക്കെ? സഭയിലും യേശു ക്രിസ്തുവിലും എന്നേക്കും തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ. കണ്ടോ? തലമുറയോളം ദൈവത്തിന്
മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകലൊരു തീരുമാനമെടുത്താൽ മതി. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ കർത്താവെ കാൽവെക്കാൻ പോവുക. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇന്ന് പ്രതിസന്ധിയായി നിൽക്കുന്നത് മാറിപ്പോണോ. എൻ്റെ ഭാവിയെ എൻ്റെ ദൈവം അത്ഭുതമാക്കി മാറ്റോ. എൻ്റെ ഭാവിയെ, എൻ്റെ തലമുറയുടെ ഭാവിയെ, എൻ്റെ ഭവനത്തിൻ്റെ ഭാവിയെ ഇന്ന് അത്ഭുതമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യേശു പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ, യേശു പിതാവിനെ മഹത്വപ്പെടുത്തിയ പോലെ നമ്മൾ മഹത്വപ്പെടുത്തണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് അവൻ്റെ ആത്മാവിനെ അത്രയും നമ്മുടെ മേൽ പകർന്നത്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളൊരു സാധാരണക്കാരനല്ല, അസാധാരണരായി മാറുന്നതിൻ്റെ കാരണം ദൈവനാമം മഹത്വപ്പെടുത്തുന്നവനാണ്. ദൈവത്തെ ആരെങ്കിലും ഉയർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി ഇറങ്ങി ദൈവം വരും. കർമ്മേലിൻ്റെ മണ്ഡലത്തിൽ ഇറങ്ങി വന്നെങ്കിൽ, ഏലീശായ്ക്ക് വേണ്ടി ശമരിയുടെ വാതുക്കൽ ഇറങ്ങി വന്നെങ്കിൽ, പത്രോസിന് വേണ്ടി ഹല്ലേലൂയ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതുക്കൽ ഇറങ്ങി വന്നെങ്കിൽ, ആമേ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് പകലിലും അറിയണം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ നിങ്ങൾ ഒരു ഉടമ്പടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ നാമത്തെ ഞാൻ ദേശത്ത് ഉയർത്തും, അങ്ങയുടെ നാമത്തെ ഞാൻ ഉയർത്തരുത്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ പോയി ഫലം കായ്പീൻ, നിങ്ങളുടെ ഫലം നിലനിൽക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേ മഹത്വം കൊടുക്കുന്നവന് മഹത്വം കൊടുക്കണം. ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യൻ ഒരുവൻ മാത്രം. അല്ല, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരെല്ലാം കണ്ണുകളെ അടച്ചേ. ഹല്ലേലൂയ. ഒരു ദിവസം പ്രാർത്ഥിച്ച ദൈവത്തോട്, ഫാദർ ഐ താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പട്ടണങ്ങളിലും രാജ്യങ്ങളിലും ഉയർത്തുവാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കണം. കർത്താവേ, ചില സാഹചര്യങ്ങൾ കൊണ്ട്, ചില പ്രതിസന്ധികൾ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി ഓടാൻ മേലാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അത് പിശാച് ഞങ്ങളെ കെട്ടിയിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ആ ബന്ധനത്തെ അഴിക്കണം കർത്താവേ, ആ ബന്ധനത്തെ അഴിക്കണം. ശത്രു സൈന്യം ശക്തിയോടെ വന്നാലും ഞങ്ങൾ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ, ഓ കർത്താവെ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് പകൽക്കാല പൗലോസ് പറയുന്നു, വെളിപ്പാട് കിട്ടിയത് ക്രിസ്തുവിനോട് ആവുകയുള്ളവാ, ക്രിസ്തുവിനെ ധരിക്കുമ്പോഴവാ. ഇന്ന് പകൽ ഞങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചവളാ. എന്തിനു വേണ്ടി? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, യഹോവയായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് എന്നെ വിളിച്ചത് ആരാധിക്കുവാനാ. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുക. മനുഷ്യനല്ല നിങ്ങൾ ആശ്രയിക്കേണ്ട ദൈവത്തിലാ. ദൈവം വാതിലുകൾ തുറന്നോളും കേട്ടോ. മനുഷ്യനിൽ ആശ്രയിക്കാൻ പോയ സങ്കടപ്പെടേണ്ടി വരും, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മൾ സങ്കടപ്പെടേണ്ട വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നിടത്ത് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം അത്ഭുതങ്ങളെ കാണുന്നവരായി മാറട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവായ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നപ്പാ, ഈ ദേശത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മേൽ കൃപ തരണം. ഈ ദേശത്ത് അങ്ങേ ഉയർത്തുവാൻ കർത്താവെ കൃപ തരണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങയ്ക്ക് നൽകുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.